ഇതാണ് ചെറി ബ്ലോസം. ഇവിടെ കുറച്ച് ഇതേ ഉള്ളൂ. ഇത് ഒരുപാടുള്ള സ്ഥലത്ത് പോയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ചെറി ബ്ലോസം. ഞാനിവിടെയുള്ള ഈ ബോട്ടിൽ കയറിയിട്ടൊന്ന് പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു ടിക്കറ്റ് ഉണ്ട്, വൺ ഡേ ടിക്കറ്റ് ഉണ്ട്. അതിൽ ബോട്ടിൽ ഫ്രീ ആയിട്ട് പോകാമെന്നാണ് പറയുന്നത്. എങ്ങോട്ടാ എന്താണെന്നൊന്നും എനിക്ക് പരിപ്പ് കറിയും ചോറാ, തമിഴ് സ്റ്റൈലാണ്. എന്തായാലും നിങ്ങൾ കഴിക്കും, ഞാൻ പോവാണ്. ഇല്ല ടൈം. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഞാൻ ഇവിടുന്ന് ഓസ്ലോന്ന് തിരിച്ച് ക്രൂയിസ് യൂസ് ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീക്കെൻഡ് ഇതാണ് ചെറി ബ്ലോസം. ഇവിടെ കുറച്ച് ഇതേ ഉള്ളൂ. ഇത് ഒരുപാടുള്ള സ്ഥലത്ത് പോയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ചെറി ബ്ലോസം. ഇവിടെ ആകെ 4-5 മരങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. ഇത് ഒരുപാടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും. ഞാനിവിടെയുള്ള ഈ ബോട്ടിൽ കയറിയിട്ടൊന്ന് പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു ടിക്കറ്റ് ഉണ്ട്, വൺ ഡേ ടിക്കറ്റ് ഉണ്ട്. അതിൽ ബോട്ടിൽ ഫ്രീ ആയിട്ട് പോകാമെന്നാണ് പറയുന്നത്. എങ്ങോട്ടാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. പോയിട്ട് നോക്കാം എങ്ങോട്ടാ എന്താന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഫ്രീ ആയിട്ട് പോകാമെന്നാണ് ഈ ഒരു ഷിപ്പിൽ. മറ്റേത് പേയ്മെൻ്റ് ആണ് കാണുന്നത്. ഇതിൽ ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. പോയേക്കാം. ഈ ബോട്ടിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് വന്നു. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. വാ, അടിപൊളി. ബ്യൂട്ടിഫുൾ. എനിക്ക് നമ്മുടെ തുർക്കിയിലെ ബോസ്ഫറസ് ടൂറാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടിപൊളി. നോർവേയുടെ ഫ്ലാഗ് അതങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു ഐലൻഡിൽ വന്നതാണ്. ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫെറി യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ 1-2 റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഫെറി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ പേയ്മെൻ്റ് ഉണ്ടാവും ഫെറിക്ക്. അപ്പോൾ നമ്മൾ വന്ന ഫെറി തന്നെ ഇരിക്കുകയാണ്. പുതിയ ആളുകൾ ഫെറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പുതിയ ആളുകളാണ്. ഇങ്ങനെ ബോട്ട് യാത്ര അവസാനിച്ചു. ഞാനിപ്പോൾ പോകുന്നത് ഫോർട്ടിലേക്കാണ്. അവിടെ ഒരു ഫോർട്ട് കാണുന്നുണ്ട്. ഓസ്ലോ ഫോർട്ടാണെന്ന് തോന്നുന്നു. ദൂരെ നിന്ന് ആ ബോട്ടിൽ നിന്ന് കണ്ടതാണ്, ഫെറിയിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. ജസ്റ്റ് അതിലൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കാം. തൊട്ടടുത്താണ്, ഫെറിയുടെ തൊട്ടടുത്താണിത്. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട്, മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ സമയം 6 o'clock ആയിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിരിക്കും. എനിവേ നമുക്കൊന്ന് പോയി നോക്കാം.
Wow, beautiful. ഇതാണ് കോട്ടയുടെ പുറകുവശം. ഉള്ളിലേക്ക് എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. എൻട്രി കിട്ടുമോയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാണ് ഫോർട്ടിൻ്റെ ഉൾവശം. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. കൂടാതെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഞാൻ ഇവിടുന്ന് ഓസ്ലോന്ന് തിരിച്ച് ക്രൂയിസ് യൂസ് ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീക്കെൻഡും പിന്നെ ഇവിടെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്രൂയിസ് ടിക്കറ്റ് അവൈലബിൾ അല്ല. ഞാൻ നേരെ കീലിലേക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. നെതർലാൻഡാണ് എൻ്റെ അടുത്ത രാജ്യം, പക്ഷേ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഒരു കണക്ഷനും ഇല്ല. ഇതൊരു ഐലൻഡാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കണമെങ്കിലും ഒന്നെങ്കിൽ ക്രൂയിസ് യൂസ് ചെയ്യണം, ഷിപ്പ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യണം. ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഷിപ്പ്, ഫെറി, അതൊക്കെയാണ് എൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റും വെള്ളമാണ്, അപ്പം ഒരു രക്ഷയില്ല. എന്തായാലും ഫെറിയോ ക്രൂയിസോ യൂസ് ചെയ്യണം. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അത് അവൈലബിൾ അല്ല. പിന്നെയുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ ജർമ്മനിയിലേക്ക് ബസ്സാണ്. കാരണം ക്രൂയിസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ക്രൂയിസിൽ പോകേണ്ടതാണ്. ഇപ്പം ഇന്ന് രാത്രി 12 മണിക്കുള്ള ബസ്സിന് ജർമ്മനിക്ക് പോവാണ്. ജർമ്മനിയിലെത്തിയിട്ട് അവിടുന്ന് നെതർലാൻഡ്, ഇവിടുന്ന് ഒരു ബസ്സുണ്ട് ജർമ്മനിക്ക്. അപ്പം അത് ഇവിടുന്ന് കയറിയാൽ സ്വീഡന്, ഡെൻമാർക്ക്, ജർമ്മനി അവിടെ പോയിട്ടാണ് നിർത്തുക. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇതൊരു ഐലൻഡാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് എങ്ങനെയുള്ളൊരു ഓപ്ഷൻ വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് വന്നത്. ശരിക്കും നോർവേയിലൊന്നും വരേണ്ട ആവശ്യമില്ല ലണ്ടനിൽ പോകാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടു, ക്രൂയിസ് ഇല്ല. അപ്പോൾ എനിക്ക് തിരിച്ച് ജർമ്മനിക്ക് എത്തിയേ പറ്റുള്ളൂ. ജർമ്മനിയിൽ നിന്നാണ് എനിക്ക് ഇനി നെതർലാൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് നെതർലാൻഡിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ താമസിച്ച സ്ഥലത്താണ് വീട്. ഇവിടെ കുറേ ആൾ പുറത്തുണ്ട് എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടും. പിന്നെ വീക്കെൻഡാണ്, അതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും കാണാം, പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ഭയങ്കര ഒച്ച പുറത്ത്, ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് ഇതാക്കുന്നത്. അപ്പം ഞാനിതാ ജർമ്മനിക്ക് പോവാം. അവിടെ നിന്ന് ഇനി റൈഡ് ചെയ്ത് നമുക്ക് നെതർലാൻഡ് കയറാം. ഓക്കെ. ഇവിടുന്ന് നേരിട്ട് നെതർലാൻഡിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ്സ് വാസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ ഓപ്ഷൻ. സോ ഐ എം ഗോയിങ് ബാക്ക് ടു ജർമ്മനി. ജർമ്മനി ഒരു വട്ടം കഴിഞ്ഞതാണ്, വീണ്ടും ജർമ്മനിക്ക് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ യാത്ര. രാത്രി 12 മണിക്കാണ്. ഇപ്പോൾ 9:45, രാത്രി 9:45 ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് നേരെ ജർമ്മനി നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇനി ക്രൂയിസും കത്തുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ക്രൂയിസ് അവൈലബിൾ ഉള്ളൂ. പിന്നെ റൈഡ് എല്ലാം താളം തെറ്റും. എല്ലാവരും സൈലൻ്റ് ആയോ? സൈക്കിൾ ഇതാ ഫുൾ സെറ്റ് ചെയ്തു, ലോഡാക്കി. ഇനി വിട്ടാലോ? അപ്പോ ഞാൻ ഇറങ്ങിയാലോ? ഇന്ന് എന്താ കാര്യമായിട്ട് കുക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ടല്ലോ? സാമ്പാർ. ഇന്ന് തമിഴ്നാട് കൾച്ചറൽ ഫെസ്റ്റിവൽ. ആമ്പൂർ ബിരിയാണി സാമ്പാറായ? സാമ്പാർ
എന്നാലും ഞാൻ പോട്ടെ, ഞാനിനി നിന്നാല് ശരിയാവില്ല. റെക്കോർഡ് ചെയ്ത് എന്റെ കുടുംബകാര്യം ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ വരും. ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബാണ്. ഞാൻ ഇറങ്ങാൻ പോവാണ്. സമയം 10:30 ഫുള്ളി ലോഡഡ്. ഇപ്പൊ ഇറങ്ങിയാലോ? ഇവിടെ സാമ്പാറും ചോറും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് സമയമില്ല. പരിപ്പ് കറിയും ചോറാ, തമിഴ് സ്റ്റൈലാണ്. എന്തായാലും നിങ്ങൾ കഴിക്കും, ഞാൻ പോവാണ്. ഇല്ല ടൈം ഇപ്പം തിന്നാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല അടിപൊളി വൈബായിരുന്നു, എല്ലാവരും പൊളിച്ച്. ഇനി നാട്ടിൽ നിന്ന് കാണാം, ഇങ്ങോട്ട് ഇനി വരുന്ന കാര്യമൊന്നും ഒരു ഇതില്ല. എല്ലാവരോടും ബൈ.